വടകരയ്ക്ക് സർക്കാർ അനുവദിച്ച 2 വർഷം കൊണ്ട് സർക്കാർ അനുവദിച്ചത് 9,80,00,000 രൂപയാണ് MP ഫണ്ടിലേക്ക് അനുവദിച്ചത്. ആദ്യത്തെ വർഷത്തെ 490, രണ്ടാം വർഷത്തെ 490. അപ്പൊ അതിന്റെ കണക്ക് ജില്ലാ ഭരണകൂടം തന്നെ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 9,72,00,000 രൂപയുടെയും പ്രപ്പോസല് വടകര MP എന്നുള്ളത്. ഈ ഒരു വിശദീകരണത്തോടു കൂടി കമ്മ്യൂണിസ്റ്റുകാരുടെ കള്ളപ്രചരണങ്ങളാണ് ഇവിടെ തകർന്നു വീഴുന്നത്. ഷാഫിക്കെതിരെ ഏറ്റവും ഒടുവിൽ കമ്മ്യൂണിസ്റ്റുകാർ നടത്തിയ കള്ളപ്രചരണം ഇതായിരുന്നു, MP ഫണ്ട് വിനിയോഗിച്ചില്ല എന്ന്. അത് ഇന്ന് അദ്ദേഹം കണക്ക് നിരത്തിക്കൊണ്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തി. ഇനി എന്തുകൊണ്ടാണ് ഷാഫിയോട് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇത്രയധികം വൈരാഗ്യം? വടകര എന്ന കമ്മ്യൂണിസ്റ്റ് കോട്ടയിൽ 1,00,000-ലധികം വോട്ടുകൾക്ക് അവരുടെ നന്മമുഖമായ ശൈലജ ടീച്ചറെ പരാജയപ്പെടുത്തി. അത് തന്നെയാണ് ഷാഫിയോടുള്ള വൈരാഗ്യം. അത് ഇനിയും തുടരും. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി ഷാഫിക്കെതിരെയുള്ള ആരോപണങ്ങളും കള്ളപ്രചരണങ്ങളും ഇനിയും നടക്കും. അതുകൊണ്ട് ഷാഫിയെപ്പോലുള്ള UDF നേതാക്കന്മാർ ജാഗ്രത പാലിക്കുക. കാരണം തോൽപ്പിച്ചത് ശൈലജ ടീച്ചറെയാണ്. എത്ര വോട്ടിന്? 1,00,000-ൽ മേലെ വോട്ടുകൾക്ക്.